കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അനുദിനം വർദ്ധിക്കുന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. വീടുകൾക്കുള്ളിലും വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാത്ത ദിവസങ്ങൾ ഇല്ലെന്നായിരിക്കുന്നു. ഇപ്പോഴിതാ ഭക്തിപൂർവ്വം ശബരിമലയിൽ പോയ ഒരു 9 വയസ്സുകാരി സന്നിധാനത്ത് വെച്ച് പീഡന ശ്രമത്തിനിരയായിരിക്കുന്നു. ഈ കേസിൽ അറസ്റ്റിലായത് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്ന ആൾ തന്നെയാണെന്നതാണ് മറ്റൊരു വിരോധാഭാസം. മുമ്പ് കേട്ടുകേഴ്വിയില്ലാത്ത സംഭവം. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. ദിവസത്തെ കഠിന വ്രതമെടുത്താണ് മുമ്പ് ഭക്തജനങ്ങൾ ശബരിമലയിൽ പോയിരുന്നത്. കാലം മാറിയപ്പോൾ വ്രതമനുഷ്ഠിക്കുന്ന ദിവസങ്ങൾ കുറഞ്ഞു. എങ്കിലും പവിത്രമായ ക്ഷേത്രസന്നിധിയിൽ ഏറെ ഭക്തിയോടെയാണ് ഓരോ തീർത്ഥാടകരും പെരുമാറുന്നത്. എന്നാൽ പുറമെ ഭക്തി നടിക്കുന്ന എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. അത്തരത്തിലൊരാളാണ് മലപ്പുറം പാങ്ങ് സ്വദേശി സുബ്രഹ്മണ്യൻ എന്ന 62-കാരൻ. ശബരിമല സന്നിധാനത്ത് വെച്ച് തീർത്ഥാടക സംഘത്തിലെ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കൊളത്തൂർ പോലീസാണ് സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തത്. ശബരിമല തീർത്ഥാടനത്തിനെത്തിയ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പാങ് സൗത്ത് സ്വദേശി നെല്ലാട്ട് വീട്ടിൽ സുബ്രഹ്മണ്യനെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 23-ന് ശബരിമല സന്നിധാനത്ത് വച്ചാണ് പീഡനശ്രമം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. കുട്ടിയും രക്ഷിതാക്കളും ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 9-കാരി ഉൾപ്പെട്ട അയ്യപ്പ ഭക്ത സംഘത്തിലാണ് 62-കാരനായ സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നത്. സന്നിധാനത്ത് നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് വച്ച് കുട്ടിയുടെ അച്ഛൻ ശുചിമുറിയിൽ പോകാനായി കുട്ടിയെ കൂട്ടത്തിലുള്ള സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ചു പോയിരുന്നു. ഈ സമയം ഇയാൾ കുട്ടിയോട് ലൈംഗിക ചേഷ്ടകളോട് പെരുമാറുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. തീർത്ഥാടനം കഴിഞ്ഞെത്തിയ ശേഷമാണ് കുട്ടി രക്ഷിതാക്കളോട് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈനിൽ പരാതി നൽകി. ചൈൽഡ് ലൈനിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് കൊളത്തൂർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഇതിനു മുമ്പ് പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 തിരൂർ. തീർത്ഥാടനത്തിനിടയിൽ പോലും കാമം നിയന്ത്രിക്കാൻ കഴിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത സുബ്രഹ്മണ്യനെ പോലെ നിരവധി മനുഷ്യമൃഗങ്ങൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിലൊരാളെ പറ്റിയുള്ള വാർത്തയാണ് തിരുവനന്തപുരം വർക്കലയിൽ നിന്നുള്ളത്. 4ഉം 7ഉം വയസ്സ് വീതമുള്ള സഹോദരിമാരെ ലൈംഗികമായി ചൂഷണം ചെയ്തത് മുതുമുത്തച്ഛനാകാൻ പ്രായമുള്ളയാളാണ്. പാളയംകുന്ന് സ്വദേശി 88-കാരൻ വാസുദേവനെയാണ് അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വർക്കല അയിരൂരിൽ LKGയിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 4ഉം 7ഉം വയസ്സ് വീതമുള്ള സഹോദരിമാരെ ലൈംഗികമായി ഉപദ്രവിച്ച വൃദ്ധനെയാണ് അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാളയംകുന്ന് സ്വദേശി 88-കാരൻ വാസുദേവനാണ് അറസ്റ്റിലായത്. പെൺകുട്ടികളെ ഇവരുടെ വീട്ടിൽ വെച്ചാണ് ഉപദ്രവിച്ചത്. ഇവരുടെ മരിച്ചുപോയ മുത്തച്ഛൻ്റെ പരിചയക്കാരനായി വാസുദേവൻ ഇടയ്ക്കിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. മൂത്ത കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുള്ള പ്രതി പിന്നീട് ഇളയ കുട്ടിയെയും ഉപദ്രവിച്ചു. സ്കൂളിൽ വിഷാദത്തിലിരുന്ന കുട്ടിയോട് അധ്യാപിക കാര്യങ്ങൾ തിരക്കിയ ശേഷം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. ഇവർ നടത്തിയ കൗൺസിലിംഗിലാണ് ഇളയകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. സ്വകാര്യ ഭാഗത്ത് വേദനയുള്ളതായി കുട്ടി കൗൺസിലിംഗിൽ പറഞ്ഞു. ചൈൽഡ് ലൈൻ അധികൃതർ വിവരം അയിരൂർ പോലീസിനെ അറിയിച്ചു. പിന്നാലെ വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ആശുപത്രിയിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോയപ്പോൾ പോലീസ് വാഹനത്തിൽ വാസുദേവനൊപ്പം ബന്ധുവിനെയും കയറ്റിയിരുന്നു. പ്രതിക്ക് വാർദ്ധക്യ സഹജമായ അസുഖമുള്ളതിനാലാണ് ഇതെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ സംഭവം വിവാദമാകുമെന്ന് കണ്ട് ബന്ധുവിനെ പിന്നീട് വഴിയിൽ ഇറക്കി. പ്രതിക്കുമേൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കുട്ടികളെ വാസുദേവൻ നിരന്തരം ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി അയിരൂർ പോലീസ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരം തിരുവല്ലം വണ്ടിത്തടത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. ഭർത്താവ് നൌഫലിനെയും അമ്മയെയും ഉടൻ ചോദ്യം ചെയ്യും. ഇവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. വണ്ടിത്തറം സ്വദേശി ഷഹന ചൊവ്വാഴ്ചയാണ് സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയത്.
ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് തിരുവല്ലം സ്വദേശി ഷഹിന ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസ് നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷഹിനയുടെ ഭർത്താവ് നൌഫൽ, ഭർത്തൃമാതാവ് എന്നിവരെ പ്രതി ചേർത്തുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ ഒളിവിലെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. പെൺകുട്ടി 3 മാസമായി ഭർത്താവുമായി പിണങ്ങി കാട്ടാക്കടയിലെ ഭർത്തൃ വീട്ടിൽ നിന്ന് തിരുവല്ലത്ത് സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. ഇവർക്ക് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. 3.5 വർഷം മുൻപായിരുന്നു വിവാഹം. ഈ കുഞ്ഞിനെ നൌഫൽ കഴിഞ്ഞ ദിവസം വന്ന് എടുത്തുകൊണ്ട് പോയിരുന്നു. ഇതിൽ ഷഹനയ്ക്ക് വലിയ മാനസിക പ്രയാസമുണ്ടായി. ഇതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു എന്നാണ് ഷഹനയുടെ പിതാവ് ഷാജഹാൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഷഹനയ്ക്ക് നേരത്തെ ദേഹോദ്രവം ഏറ്റിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സമാനമായ ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്നുമുള്ളത്. ബേഡകത്ത് ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായി. ബേഡകം സ്വദേശി അസ്കറാണ് അറസ്റ്റിലായത്. ഡിസംബർ 5-നാണ് ഇയാളുടെ ഭാര്യ മുർസീനയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് അസ്കർ പീഡിപ്പിച്ചിരുന്നതായി മരിച്ച മുർസീനയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അസ്കറിനെ ബേഡകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ ഗാർഹിക പീഡന വകുപ്പാണ് ചുമത്തിയത്. ഡിസംബർ 5-നാണ് മുർസീനയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇല്ല, എൻ്റെ മോൾ ഒരിക്കലും അത് ചെയ്യൂല, ആത്മഹത്യ ചെയ്യൂല. അവളെ കൊന്നത് തന്നെ അവർ. ഞങ്ങൾ പോരാ, എല്ലാവർക്കും ഫുള്ള് സപ്പോർട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന അവർക്ക്. അവളെ കുഞ്ഞിന്ന് പറഞ്ഞാൽ അവളെ ജീവനാണ്. ആ കുഞ്ഞിനെ വിട്ടിട്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവൾ ചെയ്യില്ല. മുർസീനയുടെ മരണം തങ്ങളെ വൈകിയാണ് അറിയിച്ചതെന്നും അതിൽ അസ്വാഭാവികത ഉണ്ടെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതി നിരന്തരം ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നെന്ന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. 2020-ലായിരുന്നു അസ്കറുമായുള്ള മുർസീനയുടെ വിവാഹം നടന്നത്. ഇവർക്ക് 2 വയസ്സുള്ള മകളുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് തൃക്കരിപ്പൂർ കോയങ്കര സ്വദേശി അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കോയങ്കരയിലെ കെ ധനേഷ്, കെ ജയൻ, ഉല്ലാസ് എന്ന നിഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അഭിജിത്തിനെ മർദ്ദിച്ചവരാണ് അറസ്റ്റിലായത്. അഭിജിത്ത് ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 25-ന് പുലർച്ചെയാണ് കോയങ്കര സ്വദേശി അഭിജിത്തിനെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് തലേദിവസം രാത്രി കോയങ്കര ഗ്രൗണ്ടിൽ സൈക്കിൾ അഭ്യാസ പ്രകടനം കാണാനെത്തിയ അഭിജിത്തിനെ 4-അംഗ സംഘം മർദ്ദിച്ചിരുന്നു. പിന്നീട് വീട്ടിലെത്തിയെങ്കിലും കാണാതായ അഭിജിത്തിനെ പുലർച്ചെ 2:45-ഓടെ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് അഭിജിത്തിന്റെ അമ്മാവൻ നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അഭിജിത്തിന്റെ സുഹൃത്ത് നൽകിയ മറ്റൊരു പരാതിയിലാണ് ഇവരുമായി അടിപിടിയുണ്ടാക്കിയ 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം അഭിജിത്തിന്റെ മരണകാരണം തീവണ്ടി തട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ന്യൂസ് 18 പയ്യന്നൂർ. പെരുമ്പാവൂരിൽ പോലീസിന്റെ മൂക്കിന് കീഴെ മോഷണം. പോലീസ് സ്റ്റേഷനിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയുള്ള കോടതി വളപ്പിലാണ് മോഷണം നടന്നത്. കോടതി മുറ്റത്ത് പ്രവർത്തിക്കുന്ന ബാർ അസോസിയേഷൻ ക്യാൻറ്റീനിൽ നടന്ന മോഷണത്തിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. അതേസമയം പെരുമ്പാവൂർ ടൗണിലെ തുണിക്കടയുടെ AC മോഷ്ടിച്ച ബംഗാൾ സ്വദേശിയെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. ബാർ അസോസിയേഷൻ ക്യാൻറ്റീനിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളാണ് മോഷണം പോയത്. പനിച്ചയം സ്വദേശി
ഗോപാലകൃഷ്ണൻ ആണ് 1 വർഷമായി ക്യാൻറ്റീൻ വാടകയ്ക്ക് നടത്തുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്യാൻറ്റീൻ അടച്ചുപോയ ഇവർ രാവിലെ എത്തി തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്യാൻറ്റീൻ്റെ പിൻവശത്തുള്ള ഗ്രില്ലിൻ്റെ പൂട്ട് തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഏകദേശം 10,000 രൂപയുടെ പാത്രങ്ങൾ നഷ്ടപ്പെട്ടതായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സാധാരണ ഇവിടെ വെള്ളം അടിക്കാൻ വേണ്ടിയാണ് ഗേറ്റ് തുറക്കാറ്. 9 മണിയാകുമ്പോൾ തുറന്നെടുക്കണം. നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പാത്രമില്ല, സാധനങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ ഇവിടെ ഇവരുടെ ക്യാൻറ്റീനിലെ സാർമാരായിട്ട് പറഞ്ഞു, കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെയാണ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. പ്രദേശത്ത് പരിശോധന നടത്തിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം പെരുമ്പാവൂർ ടൗണിലെ തുണിക്കടയുടെ AC ഇളക്കിയെടുത്തു കൊണ്ടുപോയ പ്രതി അറസ്റ്റിലായി. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി നിദാനത്തുൽ ഹക്ക് ആണ് അറസ്റ്റിലായത്. ബുധനാഴ്ച പുലർച്ചെ 4-ന് മത്സ്യമാർക്കറ്റിന് സമീപത്തെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഫാഷൻ ഹബ് എന്ന തുണിക്കടയിലെ 45,000 രൂപ വില വരുന്ന AC-യാണ് പ്രതി മോഷ്ടിച്ചത്. ഈ സമയം മാർക്കറ്റിലുണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് പ്രതിയെ പിടികൂടി പോലീസിൽ കൈമാറിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. വയനാട് കുഴിനിലം ചെക്ക് ഡാമിന് സമീപം സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കുഴിനിലം അടുവാൻകുന്ന് കോളനിയിലെ അഭിജിത്ത് മരിച്ച സംഭവത്തിലാണ് PV ബാബു, KJ ജോബി എന്നിവർ പിടിയിലായത്. അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കാൻ ശ്രമിച്ചതാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. അണക്കെട്ടിലെ വെള്ളത്തിലേക്കിട്ട ഇലക്ട്രിക് വയറിൽ ഘടിപ്പിച്ചിരുന്ന മൊട്ടുസൂചിയിൽ നിന്നാണ് അഭിജിത്തിന് ഷോക്കേറ്റത്. തുടർന്ന് നാട്ടുകാർ അഭിജിത്തിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് മാനന്തവാടി പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഴിനിലം വിമലനഗർ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ PV ബാബു, കുഴിനിലം കോട്ടായിൽ വീട്ടിൽ KJ ജോബി എന്നിവർ പിടിയിലായത്. മാനന്തവാടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MM അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്ന് ഇലക്ട്രിക് വയർ, കമ്പി, മുള കൊണ്ടുള്ള തോട്ടി, വടി എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. കണിയാരം GKM ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അഭിജിത്ത്. ന്യൂസ് 18 വയനാട്. വയനാട്ടിൽ ഏറ്റുമുട്ടലിനിടെ പിടിയിലായ മാവോയിസ്റ്റ് ഉണ്ണിമായെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. മാവോയിസ്റ്റ് കേസുകൾ അന്വേഷിക്കുന്ന കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കോഴിക്കോട് റൂറൽ ജില്ലയിൽ മാത്രം 11 കേസുകളിൽ ഉണ്ണിമായ പ്രതിയാണ്. വയനാട് മാനന്തവാടി പേരിയയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് നിരവധി കേസുകളിൽ പ്രതികളായ ഉണ്ണിമായയും ചന്ദ്രുവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. വടകരയിൽ പിടിയിലായ മാവോയിസ്റ്റ് സഹായിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ടും പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഇവർ പിടിയിലായത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരമായ തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി മേഖലകളിൽ പലതവണ എത്തിയിട്ടുള്ള ഉണ്ണിമായ കോഴിക്കോട് റൂറൽ ജില്ലയിൽ മാത്രം 11 കേസുകളിൽ പ്രതിയാണ്. ഈ കേസുകളിൽ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് തെളിവെടുപ്പിനായി 5 ദിവസത്തേക്ക് ഉണ്ണിമായയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. മാവോയിസ്റ്റ് കേസുകൾ അന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP P പ്രമോദിന്റെ നേതൃത്വത്തിൽ ഉണ്ണിമായയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തിരുവമ്പാടി മുത്തപ്പൻ പുഴയിലാണ് സംഘം ആദ്യമെത്തിയത്. തുടർന്ന് കോടഞ്ചേരി തുഷാരഗിരിയിലും കൂരോട്ടുപാറയിലും താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണപ്പൻകുണ്ട് മട്ടിക്കുന്നിലും എത്തിച്ച് തെളിവെടുത്തു. പതിവായി മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടാവുന്ന മട്ടിക്കുന്നിൽ മാവോയിസ്റ്റുകൾ കടകളിലെത്തി ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും ഒരിക്കൽ കവലപ്രസംഗം നടത്തുകയും ചെയ്തിരുന്നു.
കനത്ത സുരക്ഷയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു തെളിവെടുപ്പ്. തൊട്ടിൽപ്പാലം, പെരുവണ്ണാമൊഴി സ്റ്റേഷൻ പരിധികളിലും ഉണ്ണിമായയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഈ മാസം 30-ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 താമരശ്ശേരി. കേരളത്തെ ആകെ നടുക്കിയതായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം. ഹർഷീന എന്ന യുവതി നീതി തേടി നടത്തിയ പോരാട്ടത്തിനൊടുവിൽ പ്രതികളെ നീതിപീഠത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ് പോലീസ്. കേസിൽ കുന്നമംഗലം കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് കേസിലെ പ്രതികൾ. നവംബർ 30-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് പന്തീരാങ്കാവ് സ്വദേശി KK ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ച് 1-ന് ഹർഷീന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേരെയാണ് പ്രതി ചേർത്തത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് മലപ്പുറം സ്വദേശി ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ പെരുമണ്ണ സ്വദേശി M രഹന, ദേവഗിരി കളപ്പുരയിൽ KG മഞ്ജു എന്നിവരാണ് യഥാക്രമം 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവർക്കെതിരെ കുറ്റപത്രം നൽകാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കുന്നമംഗലം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 750 പേജുകളുള്ളതാണ് കുറ്റപത്രം. കേസിൽ 60 സാക്ഷികളുണ്ട്. ഹർഷീന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ K സുദർശൻ പറഞ്ഞു. അന്വേഷണത്തിൽ നിർണായക തെളിവായത് 2017 നടത്തിയ MRI സ്കാനിംഗ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ നടന്ന ഡിപ്പാർട്ട്മെന്റ് അന്വേഷണങ്ങളൊന്നും ഈ ഹർഷീന സത്യത്തിൽ ഇത് പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഒരു കാര്യം ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് ചികിത്സ നടത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് ഇത് പറയാൻ വിട്ടുപോയിരുന്നു. പക്ഷെ നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ ആധികാരികതയെക്കുറിച്ച്. മറ്റുള്ളവരോട് പറയാത്തൊരു ഇൻഫർമേഷൻ നമ്മളോട് പറഞ്ഞൊരു ആധികാരികതയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. അത് നമ്മൾ കൊല്ലത്ത് പോയി ആശുപത്രിയിൽ പോയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളും അത് കൺസേൺ ഡോക്ടർമാർ ചെയ്ത ആളുകളെ കണ്ടു വെച്ചപ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതേസമയം നഷ്ടപരിഹാരം ലഭിച്ചാൽ മാത്രമേ നീതി പൂർണ്ണമാകൂ എന്നാണ് ഹർഷീനയുടെ പ്രതികരണം. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ഹർഷീന ആവശ്യപ്പെടുന്നത്. 1.5 വർഷത്തോളമായ ഒരു പോരാട്ടത്തിലാണ് എല്ലാ തെളിവുകളും ഉള്ള ഒരു കാര്യത്തിൽ. അപ്പോൾ സാധാരണക്കാരന് നീതി കിട്ടാൻ എത്രത്തോളം പോകണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണിത്. ഇത്രയും വലിയ പോരാട്ടങ്ങൾ നടത്തിയാൽ മാത്രമേ അതിലേക്കുള്ള വഴി പോലും തുറക്കുന്നുള്ളൂ. ഇത്രയും തെളിവുകളല്ലേ. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളെ ബന്ധപ്പെട്ട വകുപ്പുകളോട്. ന്യൂസ് 18 കോഴിക്കോട്. പുതുവത്സരാഘോഷം ലക്ഷ്യമിട്ട് വൻതോതിലാണ് ലഹരി മരുന്നുകൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. ഇതോടെ പോലീസും എക്സൈസും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMAയും ഹാഷിഷ് ഓയിലുമായി യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുന്തംകുളം സ്വദേശി അജിത്താണ് ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ വരുമ്പോൾ പിടിയിലായത്. കോഴിക്കോട് നഗരത്തിൽ 2 ഇടങ്ങളിൽ നിന്നായി 55 കിലോയോളം കഞ്ചാവുമായി 3 പേരെയും പിടികൂടിയിട്ടുണ്ട്. സിന്തറ്റിക് ക്രിസ്റ്റൽ രൂപത്തിലുള്ള 40 ഗ്രാം MDMA, 15 ചെറിയ ബോട്ടിലുകളിലായുള്ള ഹാഷിഷ് ഓയിൽ എന്നിവയുമായാണ് കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി അജിത് മണ്ണുത്തിയിൽ പിടിയിലായത്. ടാറ്റു കേന്ദ്രങ്ങളും മാളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതിയിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഷാഡോ പോലീസും ലഹരി വിരുദ്ധ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിന് 2016-ൽ കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണ്. 2022-ൽ കൊലപാതക ശ്രമക്കേസിലും അജിത് ഉൾപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ 2 ഇടങ്ങളിൽ നിന്നായാണ് 55 കിലോളം കഞ്ചാവുമായി 3 പേരെ പിടികൂടിയത്. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ്, കോഴിക്കോട് ചക്കുംകടവ് സ്വദേശി മർഷീദ് അലി എന്നിവരെയാണ് നാർക്കോട്ടിക്സ് ഷാഡോ ടീമും നടക്കാവ്, പന്തീരങ്കാവ് പോലീസും ചേർന്ന് പിടികൂടിയത്. നാർക്കോട്ടിക്സ് ACPക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാവൂർ റോഡിന് സമീപത്തു നിന്നാണ് മുഹമ്മദ് ഫൈസലിനെയും അബൂബക്കറെയും പിടികൂടിയത്.
ഇവരുടെ കാറിന്റെ രഹസ്യ അറകളിലായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കാറിന്റെ നമ്പർ വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മർഷീദ് അലിയെ 4 കിലോ കഞ്ചാവുമായി ഇരിങ്ങല്ലൂർ മാന്തറ റൂട്ടിൽ നിന്ന് പന്തീരങ്കാവ് പോലീസാണ് പിടികൂടിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും പല ചെറുകിട കച്ചവടക്കാരെക്കുറിച്ചും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വയനാട് മീനങ്ങാടിയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 20 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. തളിപ്പറമ്പ് സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. കേസിൽ കണ്ണൂർ സ്വദേശികളായ 6 പേരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. ഈ മാസം 7-നാണ് കേസിനാസ്പദമായ സംഭവം. എഗരൂർ സ്വദേശി മക്ബൂലും ഈങ്ങാമ്പുഴ സ്വദേശി നാസറും സഞ്ചരിച്ച കാറിനെ മീനങ്ങാടിയിൽ 3 കാറുകളിലായി എത്തിയ സംഘം തടഞ്ഞു നിർത്തി 20 ലക്ഷം രൂപ അപഹരിക്കുകയായിരുന്നു. മക്ബൂലിന്റെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് 6 പ്രതികളെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് കേസുമായി ബന്ധമുള്ള തളിപ്പറമ്പ് കടമ്പേരി വളപ്പൻ വീട്ടിൽ ഉണ്ണികൃഷ്ണനെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി പദം സിംഗ് IPSന്റെ നിർദ്ദേശപ്രകാരം ബത്തേരി ഡിവൈഎസ്പി KK അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തളിപ്പറമ്പിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കർണാടക ചാമരാജ് നഗറിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകും വഴിയാണ് കവർച്ച നടന്നത്. ന്യൂസ് 18 വയനാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യയെ ശല്യം ചെയ്തയാളിനെ ഗൾഫുകാരനായ ഭർത്താവ് കൊട്ടേഷൻ നൽകി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. തെന്നൂർ സ്വദേശി G ഷൈജു, ഇലഞ്ചിയം സ്വദേശികളായ റോയ്, റോണി, അരയകുന്ന് സ്വദേശി S ഉമേഷ് എന്നിവരെയാണ് പാലോട് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം വർക്കലയിൽ 58-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിച്ച യുവാവിനെ വർക്കല പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ വർക്കല വെട്ടൂർ സ്വദേശി അനസാണ് അറസ്റ്റിലായത്. ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ABVP നേതാവ് സുധി സദൻ അറസ്റ്റിൽ. പന്തളം കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് നടപടി. വയനാട്ടിൽ ലഹരി വസ്തുക്കൾ കൈവശം വെച്ച 5 പേർ വിവിധ കേസുകളിൽ അറസ്റ്റിൽ. തിരുനെല്ലി, മേപ്പാടി, പുൽപ്പള്ളി, കൽപ്പറ്റ സ്റ്റേഷൻ പരിധികളിലായിരുന്നു പരിശോധന. UPയിലെ ഗാസിയാബാദിൽ യുവാവിനെ കൊന്ന മൃതദേഹം ഉപേക്ഷിച്ച സംഭവത്തിൽ ഭാര്യയും കാമുകനും പിടിയിൽ. ബൈക്ക് ടാക്സി ഡ്രൈവറായ ശിവം ഗുപ്തയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ പ്രിയങ്ക, കാമുകൻ ഗർജൻ യാദവ് എന്നിവർ പിടിയിലായത്. ഖത്തറിൽ തടവിൽ കഴിയുന്ന മലയാളി ഉൾപ്പെടെ 8 മുൻ ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ റദ്ദാക്കി. ഇക്കാര്യത്തിൽ അപ്പീൽ കോടതി തീരുമാനമെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വധശിക്ഷ ജയിൽ ശിക്ഷയായി ചുരുക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്ന ഉദ്യോഗസ്ഥരെ ചാരപ്രവർത്തനം ആരോപിച്ചാണ് 2022 തടവിലാക്കിയത്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. ഇത് നിങ്ങളുടെ